dear students, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മാം ആണ്. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, അതിലേറെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് വിത്തിൻ ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, സ്കൂൾ തുടങ്ങാൻ പോവാണ്. കുറച്ച് ദിവസം കൂടിയുള്ളൂ അല്ലേ? നിങ്ങൾ എക്സൈറ്റഡ് അല്ലേടാ? കാരണം പുതിയ ബാഗ്, വാട്ടർ ബോട്ടിൽ, ബുക്സ്, യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിലേക്ക്, അതും ഈ മഴ സമയത്ത് രാവിലെ തന്നെ എണീച്ച സ്കൂളിലേക്ക് പോവാന്ന് പറയുന്നത് വേറെ തന്നെ വൈബാണ് അല്ലേ? നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും നിങ്ങൾക്ക് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണാം, അതേപോലെ തന്നെ നിങ്ങളുടെ കട്ട കമ്പനീസ് അല്ലെ, ഫ്രണ്ട്സിനെ കാണാം, പുതിയ കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും. നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? എന്നെക്കാട്ടും എക്സൈറ്റഡ് ചിലപ്പോൾ നിങ്ങളായിരിക്കും. നിങ്ങൾ 4ാം ക്ലാസ് ആയിരുന്നു പഠിച്ചത്, LP സെഷൻ ആയിരുന്നു. ഇനി നിങ്ങൾ UPയിലേക്കാണ് അല്ലെ, അപ്പർ പ്രൈമറി എത്തി, 5ാം ക്ലാസ്സിലേക്ക് എത്തി, കുറച്ച് ഗൗരവമൊക്കെ ആയിട്ട്, യെസ് കുറച്ച് സംഭവമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടീച്ചറിന്റെ വക എല്ലാ ആശംസകളും. എൻ്റെ എല്ലാ മക്കൾക്കും നെക്സ്റ്റ് അക്കാഡമിക് ഇയർ, ഈ വരാൻ പോകുന്ന വർഷം, അധ്യയന വർഷം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിന്റെ കൂടെ തന്നെ പഠനവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ് ഷൈൻ ചെയ്യാനും സാധിക്കട്ടെ. ഓൾ ദി വെരി 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 ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും യൂണിഫോംസ് ഒക്കെ ഇട്ട നല്ല അടിപൊളി മക്കളായിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ പറ്റും അല്ലേ? ഫ്രണ്ട്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടിക്കളിക്കാം, പുതിയ ടീച്ചേഴ്സ് ഉണ്ടാവും പഠിപ്പിക്കാൻ, പിന്നെ എന്താണ്, പുതിയ ബുക്സ് ഉണ്ട്, പുതിയ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ? ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ആ ലഞ്ച് ബ്രേക്ക്. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുക മാത്രമല്ല, നമ്മൾ ലഞ്ച് ബ്രേക്കിന് എന്ത് ചെയ്യാറ്, നമ്മൾ ഭക്ഷണം കൊണ്ടുവരുന്ന ഭക്ഷണം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടല്ലേ കഴിക്കാറ്. ഞാൻ ചെറിയ ക്ലാസ് മുതൽക്ക് വലിയ ക്ലാസ്സിലാണെങ്കിൽ പോലും ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ആവണം. അതേപോലെ ഫ്രണ്ട്സിന്റെ ഭക്ഷണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? കാരണം ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടിരുന്ന ഭക്ഷണത്തിന് വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കാം അല്ലെ, അടിപൊളി ടേസ്റ്റുകളായിരിക്കാം. സോ ഈ ഭക്ഷണം എന്ന് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നത്. നമുക്കൊക്കെ എവിടുന്നാണ് ഭക്ഷണം കിട്ടുന്നത്? നിങ്ങൾ പറയും അമ്മ ഉണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവരുണ്ടാക്കി തരുന്നത് കൊണ്ടാണ്. അത് ശരിയാണ്, നമ്മൾ കുഞ്ഞു മക്കളായതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാറില്ല അല്ലെ? എന്നാൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഏതൊരു ആനിമൽസ് ആവട്ടെ, ഹ്യൂമൻ ബീങ്സ് ആവട്ടെ, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? യെസ്, പ്ലാന്റ്സിനെയാണ് അല്ലെ, ചെടികൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ചെടികളൊക്കെ എന്താണ് ചെയ്യുന്നത്? സ്വന്തമായിട്ട് അല്ലെ, അവർക്ക് വേണ്ട ഫുഡെല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് പാകം ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ആ ഭക്ഷണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മൾ അവരിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ്. എന്താണ് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി, കാരണം നമ്മൾ ഈ ഒരു ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത്. ചെറിയ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചെടികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി അങ്ങോട്ടേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? ഫോട്ടോസിന്തസിസ് എന്താണ്? ചെടികള് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പ്രക്രിയ അല്ലെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം, മലയാളത്തിൽ എന്താണ് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, വലിയ ചെടികൾ മാത്രമാണോ ഭക്ഷണം ഉണ്ടാക്കുക? ഇപ്പൊ നമ്മുടെ വീട്ടിൽ വലിയ ആളുകളാണ് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് അല്ലെ? കുഞ്ഞു മക്കളൊന്നും ഫുഡ് ഉണ്ടാക്കില്ല. പക്ഷെ ചെടികളുടെ കേസിൽ അങ്ങനെയല്ല അല്ലെ? ഏതൊരു ചെടിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ, വലുതാവട്ടെ ചെറുതാവട്ടെ കുഞ്ഞാവട്ടെ, ഏത് തരത്തിലുള്ള ചെടികൾ എടുക്കുകയാണെങ്കിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഗ്രീൻ പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? അവർ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതിലെല്ലാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. അവരെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു കോണ്ടന്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെടികൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെടി എടുത്തിട്ടുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്താണ്? അവർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? സൂര്യപ്രകാശം ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്,
അത്ര തന്നെയുള്ളൂ. എന്താണ് ചെയ്യുന്നത്? ചെടികള് മണ്ണിൽ നിന്ന് എന്ത് എബ്സോർബ് ചെയ്യുന്നുണ്ട്? ജലം, വാട്ടർ എബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ ചുറ്റുമുള്ള വായുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം CO2 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എബ്സോർബ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും എടുത്തിട്ട് ചെടികൾ ഭക്ഷണം പാകം ചെയ്യാണ്. എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? സൂര്യപ്രകാശം, സൺലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. സൺലൈറ്റ് ഇല്ലെങ്കിൽ ചെടികൾ എന്ത് ചെയ്യില്ല? ഭക്ഷണം ഉണ്ടാക്കില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഗ്യാസ് സ്റ്റവ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് ഇല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല അല്ലെ. അതേപോലെ തന്നെ സൺലൈറ്റ് ഇല്ലെങ്കിൽ ചെടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സംശയം വന്നില്ലേ? രാത്രി സൂര്യപ്രകാശം ഇല്ലല്ലോ, അപ്പൊ രാത്രി ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുമോ എന്നുള്ളത്? യെസ്, രാത്രി ചെടികൾ എന്ത് ചെയ്യില്ല? ഭക്ഷണം ഉണ്ടാക്കില്ല. ഫോട്ടോസിന്തസിസ് രാത്രി നടക്കത്തില്ല. കാരണം സൺലൈറ്റ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൺലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ 3 പേര് മാത്രം പോരാ, ചെടികളിലെല്ലാം ഒരു പിഗ്മെന്റ് ഉണ്ട്. ക്ലോറോഫിൽ പിഗ്മെന്റ് എന്നാണ് പറയാ. എന്താണ്? ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് കേട്ടോ. ഈ ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ചെടികൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഈ പറഞ്ഞ ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടി ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇലകളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയാറ്? ചെടികളുടെ കിച്ചൺ എന്ന് പറയുന്നത്, അടക്കള എന്ന് പറയുന്നത് ലീവ്സ് ആണെന്ന് പറയും, ഇലകളാണെന്ന് പറയും. കാരണം ഭക്ഷണം പാകം ചെയ്യുന്നത് എവിടെയാണ്? ഇലകളിലാണ്. സോ ഈ സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി, ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടി ചെടികൾ എന്ത് ചെയ്യുന്നു? ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലെ. വെള്ളം മണ്ണിൽ നിന്ന് എബ്സോർബ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അവർ ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസ് അല്ലെ. ഭക്ഷണം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. C6H12O6 ആണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അതിന്റെ കൂടെ എന്തും ഉണ്ടാകുന്നുണ്ട്? ഓക്സിജനും ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ടാണ് ഗ്ലൂക്കോസും ഉണ്ടാവുന്നത്, ഓക്സിജനും ഉണ്ടാവുന്നത്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ചെടികള് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നു അല്ലെ. ഈ ഓക്സിജൻ ആണ് നമ്മൾ മനുഷ്യന്മാരും അതേപോലെ തന്നെ ആനിമൽസും ബേർഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത്രയേ ഫോട്ടോസിന്തസിസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നൊരു ചാർട്ടാണ് ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ട് സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും സഹായത്തോടു കൂടി ചെടികൾ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് അല്ലെ. നമുക്ക് ഗ്ലൂക്കോസ് എന്ന് എഴുതാം. ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനുമാണ് ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശവും ഹരിതകം, ക്ലോറോഫിലിനെയാണ് മലയാളത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? ഹരിതകം എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് അല്ലെ. നമുക്ക് ഗ്ലൂക്കോസ് എന്ന് എഴുതാം. അതിന്റെ കൂടെ ഓക്സിജൻ, ഓക്കെ, ഓക്സിജൻ എന്നും നമുക്ക് എഴുതാൻ സാധിക്കുന്നു. ഇതിന്റെ ഫോർമുലയാണ് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയത്. CO2 plus water gives ഗ്ലൂക്കോസ് എങ്ങനെ എഴുതുക? C6H12O6 എന്നാണ് എഴുതുന്നത്. ഓക്സിജനെ നമ്മൾ എങ്ങനെ എഴുതുക? O2 എന്നാണ് എഴുതുക. ഇവിടെ നമ്മൾ എന്തും മെൻഷൻ ചെയ്യണം? ഈ സൺലൈറ്റും ക്ലോറോഫിലും നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ സഹിതം തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, വെള്ളം എബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേപോലെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് നടക്കുന്നു? യെസ്, ഫോട്ടോസിന്തസിസ് നടക്കുന്നു. സൺലൈറ്റിന്റെയും പിഗ്മെന്റ്, ഏത് പിഗ്മെന്റ് ആണ്? ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. പിന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഓട്ടോട്രോപ്സ്. എന്താണ് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് അല്ലെ. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ചെടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. മലയാളത്തിലും സ്ലൈഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്താ വിളിക്കുന്നത്? സ്വപോഷികൾ എന്നാണ് വിളിക്കുന്നത്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വപോഷികൾ എന്ന് വിളിക്കുന്നത്. ഇവിടെയും നമ്മൾ എന്താണ്? യെസ്, വെള്ളം ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ എന്താണ്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. എന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു എന്നുള്ള എല്ലാ പോയിന്റുകളും ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടു? ഫോട്ടോസിന്തസിസ് എന്താണെന്ന് കണ്ടു. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഫോട്ടോസിന്തസിസ് ഇനി കേട്ടാൽ നിങ്ങൾക്ക് എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും
തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും അറിയട്ടെ എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, ഇനിയുള്ള കണ്ടന്റ് വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.